എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇവളാണെങ്കിൽ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിപ്പാണെങ്കിൽ കർച്ചീഫും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ല തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കൂട്ടാവ്. ആ ഒരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കേണ്ട. നീ ഒന്ന് നോർമലാവ്. എല്ലാ കാര്യങ്ങളും നിനക്ക് ഇത്ര ഇഷ്ടമാണോ അവനെ എന്നുള്ള രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഡ്രേക്ക് വേറൊരു ഗേൾ ഫ്രണ്ടിനൊപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഇനി നീ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അവളുടെ അടുത്ത് വന്നിട്ട് മുഖത്തേക്ക് ജസ്റ്റ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ജസ്റ്റ് കിഡിങ് ആയിട്ട് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു തട്ടും കാര്യങ്ങളൊക്കെ അവൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സ്റ്റെയറിൻ്റെ അവിടെ ഇരുന്നിട്ട് ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു അരിത്തമെറ്റിക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. സോ അതാണെങ്കിൽ ഇവൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇത്ര സില്ലി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. പിന്നെ നീ എന്താണ് എന്നോട് ഇത്ര ഒരു അകൽച്ച പോലെ കാണിക്കുന്നത്, ലൈക്ക് ഒരു പഴയ പോലെ ഒരു ഇതില്ലാത്ത രീതി കാണിക്കുന്ന എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, എന്താ ഞാൻ കഴിഞ്ഞ ദിവസം കിഡിങ്ങാന്ന് പറഞ്ഞ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണോ, അതുകൊണ്ടുള്ള വിഷമമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവനിങ്ങനെ ഭയങ്കര രീതിയിൽ കളിയാക്കി നോക്കണ്ടിട്ടോ. ലൈക്ക് ഇവ അവളെ കളിയാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഡ്രേക്കിന് എത്രമാത്രം ഇഷ്ടമാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവൾ വിചാരിക്കും ഡ്രേക്കോ, ഇനി ഡ്രേക്ക് എന്നുള്ള പേര് ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, പിന്നെ നിനക്ക് ഇങ്ങനെ അറിയാമെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, അല്ല നീ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അതും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഒരു അന്തംകമ്മി പോലത്തെ ഒരു ഐറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളെ വിശ്വസിച്ച് ആ ഒരു രീതിയിൽ വരെ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര ചില്ലായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഇവളാണെങ്കിൽ ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കുന്ന ബുള്ളി എന്ന് പറയുമ്പോൾ, നിനക്ക് ഡ്രേക്കിനെ അറിയാമല്ലോ, സോ നീ ഡ്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്നൊക്കെ കേട്ടു, സോ അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡ്രേക്കും ഒരു മുന്നേ പഠിച്ച ഇവിടെയായിരുന്നു ഡ്രേക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഡ്രേക്കിൻ്റെ കാര്യം എന്തൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പിന്നീട് അവളാണെങ്കിൽ ഡ്രേക്കിനെ കാണാൻ പോകുമ്പോൾ അവനെ നോക്കി നിൽക്കുന്ന സമയത്ത് കുറച്ച് കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷെയർ ആണെങ്കിൽ പുറത്തേക്ക് ഓടി വന്നിട്ട് നിൽക്കുന്നുണ്ട്. അവൻ തിരികെ വന്നിട്ട് അവൾ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. സോ ഈ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് ഇവൾ ഭയങ്കര മനസ്സ് തകർന്നിട്ട് അവിടെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു, ഒരു കഫേ പോയിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ഡ്രിപ്പ് വരുന്നുണ്ടായിരുന്നു. ഡ്രിപ്പാണെങ്കിൽ അവൾക്ക് കർച്ചീഫ് കൊടുത്തിട്ട് വീണ്ടും അവരുടെ സങ്കടവും കാര്യങ്ങളും അവരുടെ കണ്ണീര് ഒപ്പുന്നുണ്ട് കേട്ടോ. കൂടാതെ അവൻ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് സീരിയസ് ആയിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, കോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി നീ കരഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിക്കും പ്രപ്പോസ് ചെയ്യും, നമ്മൾ ശരിക്കും റിലേഷൻ ആവുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോ ഇത് 5 വട്ടം നീ കരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും കാര്യങ്ങളുണ്ടാവും, ഇപ്പം തന്നെ നീ 3 വട്ടം കരഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവൻ പറയുന്നുണ്ടായിരുന്നു, ഈ SCA കോളേജിലാണെങ്കിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെയാണെങ്കിൽ ഇതുവരെ ആർക്കും പുറത്തുള്ള ആൾക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ ആദ്യം ഇങ്ങനെ പോയാലോ വിചാരിക്കുന്നത്, പിന്നെ പോകണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ പാരില്ല ദയവ് ഇതൊന്നും വരുമോ എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അവൾ ഓക്കെ പറയുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആയിനെയും ഷീനെയും കെൻറ്റീനൊക്കെ കാണാമല്ലോ. പിന്നെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ ഡ്രേക്കിനെയും കാണേണ്ടി വരുമല്ലോ, സോ വേണ്ടാന്ന രീതിയിൽ പറയുമ്പോൾ അവൻ ഇങ്ങനെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അവളിങ്ങനെ ഓക്കെ പറയുന്നുണ്ട്. അവൾ അവനെ നോക്കുമ്പോൾ അവൻ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവൾക്ക്. അങ്ങനെ ഇവർ രണ്ടുപേരും അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇവനാണെങ്കിൽ തീരെ ഒരു റൈഡിലും കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഓരോരോ ഇതിലിങ്ങനെ ഒരു അവസാനം എത്തിയൊരു വെഡ്ഡിങ് ബൂത്ത് പറഞ്ഞിട്ടൊരു റൈഡിലെത്തി. സോ അവിടെയാണെങ്കിൽ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഡാഡും അമ്മ ഇവിടുന്ന് പണ്ട് ഇങ്ങനെ ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം. ഇവരാണെങ്കിൽ അവിടെ പോയിട്ട് കോട്ടൺ ക്യാൻഡിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കോട്ടൺ ക്യാൻഡി വാങ്ങിച്ച് തരുന്നില്ല, എനിക്ക് മേടിച്ച് തരുന്നില്ല രീതി പറയുമ്പോൾ, നിൻ്റെയൊക്കെ പൈസ ഉണ്ടല്ലോ നിനക്ക് മേടിച്ചിട്ടെന്ന് പറയുമ്പോൾ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു കാര്യം വാങ്ങിച്ചു തരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം SCAയിലെ വേറൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അവനെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്. കൂടെ ഇവരാണെങ്കിൽ ഇവനെ പാൽമ വിളിച്ചിട്ടായിരുന്നു അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നത്. വാട്ട് പാൽമേ? സോ അപ്പോൾ അവൻ വേഗം തന്നെ അവൻ്റെ വർത്താനം നിർത്തിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾക്കാണെങ്കിൽ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നീ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് ഫുൾ നെയിം എന്ന് പറയുന്നത് ഡ്രിപ്പ് മാർക്കോ പാൽമ എന്നുള്ള കാര്യം. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ നെറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാൽമ പറഞ്ഞ ഫാമിലി പറയുമ്പോൾ, അപ്പോൾ നിനക്ക് ഡ്രേക്ക് പാൽമേനെ അറിയാമെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, അറിയാം, അവൻ എൻ്റെ കസിനാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണോ അവൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത്? നീ എന്ത് ചെയ്യാൻ, എങ്ങനെയാണെങ്കിലും ഒരു ബ്ലഡിൻ്റെ അത്ര എന്താവശ്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ അപ്പം തന്നെയല്ലേ നിൽക്കുള്ളൂ, അപ്പോൾ നീ ഇനി എന്നെ ഒറ്റി കൊടുക്കുന്ന രീതിയിൽ അവളിങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ദേഷ്യപ്പെട്ടിട്ട് അവനോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവൻ പറയുന്നുണ്ടായിരുന്നു, എത്ര ബ്ലഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ലവിനെ വിട്ട് കളിക്കില്ല എന്നുള്ള കാര്യം, സീരിയസ് അല്ലേ, നീ എന്നെ ഒറ്റി കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൾ അവിടെ അങ്ങനെ ഓക്കെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അവിടെ. അങ്ങനെ ഇവരാണെങ്കിൽ ഓരോ റൈഡിലും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഓരോ റൈഡിലും കാര്യങ്ങളൊക്കെ അവർ ക്യൂട്ടായിട്ട് കയറുന്നുണ്ടായിരുന്നു. ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഈ ഒരു റിങ് എറിയലുണ്ടല്ലോ, അങ്ങനെ റിങ് എറിഞ്ഞ് കഴിഞ്ഞാൽ 2 റിങ് വീണ് കഴിഞ്ഞാൽ ആ സ്ട്രോബെറി കിട്ടും.
സോ അവൾക്ക് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ് കിട്ടുക. പക്ഷെ ഇവർക്കൊരു റിങ്ങേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ചോക്ലേറ്റ് മേടിച്ച് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അവിടെ ആയനെ കണ്ടിട്ട് അവൾ ബെസ്റ്റ് എന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവർ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടായി ഗെൻറ്റിൻ്റെയും ആയിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും. ഇവർ അത്രമാത്രം നല്ല രീതിയിലാണല്ലോ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. അപ്പോൾ ആയ പറയുന്നത് നീ നല്ല മെലിഞ്ഞല്ലോ, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞാൽ അവൾ ആകെ വട്ടം തിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ബോയ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആയ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഡ്രേക്കിനോട് പറഞ്ഞാൽ പോലെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരാണെങ്കിൽ നമ്മുടെ ഡ്രിപ്പിനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രിപ്പ് പറയുന്നത് എനിക്ക് ഷീനെ അറിയാം, ഞങ്ങൾ മുന്നേ ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബോയ്സിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഗേൾസ് അവിടെ നിന്ന് മാറി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഇവരുടെ ആ ഒരു റൈഡിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിലുണ്ട്. അങ്ങനെ ഓരോന്ന് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കാരണം ഒരുപാട് ദിവസത്തേക്ക് ശേഷമാണല്ലോ ഇവരിങ്ങനെ കണ്ടുമുട്ടിയതും ഓരോ ഇങ്ങനെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംസാരം വേറെ ഒന്നല്ല നമ്മുടെ ഡ്രേക്കിനെ കുറിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ ഡ്രേക്ക് ആണെങ്കിൽ നോർമലായിട്ട് ഒരു രീതിയിലും ഒരു റിലേഷൻഷിപ്പ് ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഡ്രേക്കാണെങ്കിൽ പഴയ പോലെ സ്നേഹവും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കാണിക്കുന്നില്ല. ഇവനാണെങ്കിൽ ഷെയ്റേൻ്റെ ഒപ്പമാണ് ഏത് സമയവും. ഷെയ്റാണെങ്കിൽ ഇവൻ്റെ ഒപ്പമാണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ഒരേ റൂമിലൊക്കെ കാണലുണ്ട്. അതുപോലെ തന്നെ ഇവരാണെങ്കിൽ ഒരേ ഒരു ഫ്ലാറ്റിലും കാര്യങ്ങളും എടുത്തെടുത്ത റൂംസിലായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുമിച്ചാണ്. എനിക്ക് ഈ റിലേഷൻ തന്നെ മടുത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ ഓരോ കുറ്റങ്ങളും കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റണില്ലല്ലോ. പക്ഷേ ആകെ ഡ്രിപ്പിനോട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഈ ഒരു ബ്ലഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഒറ്റ കൊടുക്കും എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് ഇനി ആരോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ അത് എനിക്ക് അയച്ചാൽ പോരെ, ഓ സ്വീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ ഇവരുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയാമല്ലോ. സോ അതിൻ്റെ ഇടയിലായിരുന്നു ഗെൻറ്റിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അവൾക്ക് പോകാൻ സമയമായി എന്നുള്ള രീതിയിൽ. നമുക്ക് ആയയ്ക്ക് അവിടെ നിന്ന് പോകാൻ സമയമായി. സോ അവിടെ നിന്ന് ആയ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ തിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾക്കൊരു കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും കോൾ വരുമ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് റൈറ്റ് സൈഡിലേക്ക് നോക്കാൻ പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഡ്രേക്ക് ആയിരുന്നു. സോ അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ആരുടെ നമ്പറാണ്, ഏത് നമ്പറാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് എൻ്റെ നമ്പറാണ്. അല്ല എൻ്റെ നമ്പർ എനിക്ക് അവിടെ നിന്ന് കിട്ടി പറയുമ്പോൾ എനിക്കൊരു മാസമായി കിട്ടിയിട്ട് പിന്നെ എന്താ ഇത്രയും ദിവസം വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ അതിനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ ഇങ്ങനെ എപ്പോഴും ഷെയ്റേൻ്റെ ഒപ്പം മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത്, പഴയ പോലെ ഒരു സ്നേഹത്തോട് കൂടി ഇതിൻ്റെ ഒപ്പം ഒന്നും നിന്നെ കാണുന്ന പോലും ഇല്ല. അപ്പോഴും എല്ലായിടത്തും ഷെയ്റേൻ്റെ ഒപ്പം പിന്നെ ഇവിടെയെങ്കിലും ഷെയ്ർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതി എനിക്ക് ഭയങ്കരമായിട്ട് ആകെ മടുക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ നീ എന്ന രീതിയിൽ ഒരു കാര്യത്തിനൊപ്പം കൂടെ നിൽക്കുന്ന ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. നീ എന്താ ഇങ്ങനെ, എനിക്കിത് മൊത്തത്തിൽ മനസ്സിലാവുന്നില്ല, എനിക്ക് നിൻ്റെ ബ്രേക്കപ്പ് വേണമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരുപാട് സോറി പറയുന്നില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടായിരുന്നു ബ്രേക്കപ്പ് എന്നുള്ളത് മ്യൂച്വലായിട്ടുള്ളൊരു തീരുമാനവും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്കപ്പ് തരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നല്ല രീതിയിൽ കരഞ്ഞെന്നെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് നീ എന്താണ് ബ്രേക്കപ്പ് തരാത്തത്. അപ്പോൾ പറയുന്നത് മ്യൂച്വലായിട്ട് എടുക്കേണ്ടതാണ്, ഇപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു തീരുമാനം പറയാൻ പറ്റില്ല, ബ്രേക്കപ്പ് തരില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കരയുന്നുണ്ടായിരുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇവൾക്ക് അവിടെ നിന്ന് പോകണമല്ലോ. സോ ആ ഒരു സമയത്ത് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഇവൾ വിചാരിക്കുന്നത് മെസ്സേജ് അയക്കുന്നത് ഡ്രേക്കാണ് സോറി പറയാൻ വേണ്ടിയിട്ട്. സോ ഡ്രേക്ക് ഒന്നും എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും മെസ്സേജ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ട്രിപ്പാണ്. ട്രിപ്പ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നീ 4ാമത്തെ വട്ടമാണ് കരയുന്നത്, ഞാൻ ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ സീരിയസ് ആക്കി എടുക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ട്രിപ്പിനെ കാണുന്നുണ്ടായിരുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക. ഉടനെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ടായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സീസൺ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.